ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയാണ് ബീഫ് ബിരിയാണി. എത്രയും പെട്ടെന്ന് എങ്ങനെ ബീഫ് ബിരിയാണി തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വളരെ കുറഞ്ഞ വീട്ടിലുള്ള ചേരുവകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന സപ്പോർട്ട് ചെയ്യണേ. ബിരിയാണിക്ക് ആദ്യം വേണ്ടത് റൈസ് ആണല്ലോ. അപ്പൊ നമ്മൾ റൈസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണിക്ക് ആവശ്യമായ റൈസ് കഴുകി വൃത്തിയാക്കി ഇതുപോലത്തെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിലോ നിങ്ങൾക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ചോറ് റെഡി ആക്കണേ. നമ്മൾ ചോറ് ഓട്ടപാത്രത്തേക്ക് ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണിയിലേക്കുള്ള മസാലയും ഗ്രേവിയും റെഡിയാക്കാൻ വേണ്ടി കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ബീഫിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ചിരുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്നു. അതിപ്പോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് ബിരിയാണി മസാലയാണ്. പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്, 2-3 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി, 4 പച്ചമുളക്, കുറച്ച് ചപ്പ്. ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചതാണ്. നേരത്തെ നമ്മൾ സെറ്റാക്കി വെച്ച കടായിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഫുള്ള് ഇട്ട് കൊടുക്കേണ്ടതില്ല, കുറച്ച് അതിൽ നിന്ന് മാറ്റി വെക്കണം. അത് നമുക്ക് വേറെ ആവശ്യമുണ്ട്. ഇനി ഉള്ളി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. പച്ചമണൊക്കെ മാറി വന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ഇട്ടതിന് ശേഷം മിക്സിയിലിട്ട് ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് അതും നമ്മളെ കടായിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് അതിന്റെ പച്ചമണൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ട്ടോ. കൂടെ നമ്മളെ മല്ലിച്ചപ്പൂ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച വല്ലുള്ളി ഇതേപോലെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊണ്ട് ഇതേപോലെ മുരിച്ചെടുക്കണം. മുരിച്ചണെന്ന് കേട്ടാ മുരിച്ചാ മതിട്ടാ, കരിച്ചാ നിക്കണ്ട, ആകെ ബോറാവും. ഇന്റെ തന്നെ കുറച്ച് ശ്രദ്ധിക്കാതെ കരിഞ്ഞു പോയിക്കണേ. നിങ്ങളത് അതേമാതിരി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആയതിന്റെ ശേഷം കോരി വെച്ചുകൊണ്ട് മാറ്റി വെച്ചോളൂ. നമ്മളെ ഗ്രേവിക്കുള്ള അടുത്ത മസാലപ്പൊടികൾ ഏതൊക്കെയെന്ന് നോക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതൊക്കെ ഇതേപോലെ ഉള്ളിയും കാര്യങ്ങളൊക്കെ നല്ല പരുവായി വന്നതിന് ശേഷമാണ് ഇട്ട് കൊടുക്കാന്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബിരിയാണി മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി സ്വല്പം പുളിക്ക് വേണ്ടി 2 മൂടി വിനെഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച ചിക്കന് ചേർക്കാനുള്ള ടൈം ആയിക്കണേ. നമ്മളെ ബിരിയാണിക്കുള്ള ബീഫ് മസാലന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇതിക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ സിമ്പിൾ വെറൈറ്റി ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് 20 മിനിറ്റ് നിങ്ങൾക്ക് എപ്പോഴാണോ ദമ്മ് പൊട്ടിക്കേണ്ടത് അപ്പൊ പൊട്ടിച്ചാണ്ട് വിളമ്പി കഴിച്ചാ മതി.
അപ്പൊ ഇന്നത്തെ എന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ നമ്മളെ സിമ്പിൾ ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ട് എന്ന് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞുതരാം. അപ്പൊ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അമീൻസ് കിച്ചൺ ആണ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളെ കൂടാണ്ട് കൂടിക്കോളിയും.